കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 4. രചന ശാലിനി ഇ. ഉമ്മറത്തെ വാതിൽ തുറന്നതും മുന്നിൽ കണ്ടത് ബാലുവിനെയാണ്. അടുത്ത് തന്നെ ഒരു കവറും തൂക്കി കാളിദാസും. ഇവരെന്താ ഇവിടെ എന്ന അർത്ഥത്തിൽ അവൾ രണ്ടുപേരെയും മാറി മാറി നോക്കി. നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? റോഡിൽ തട്ടിയിട്ട് പൈസ തന്ന് അപമാനിക്കാൻ ശ്രമിച്ചതിന് പുറമെ വീട്ടിൽ വന്നിട്ടും അപമാനിക്കാനാണോ ഭാവം? അഴിഞ്ഞുകിടക്കുന്ന കേശഭാരത്തോടെ മുഖം മുഴുവൻ ദേഷ്യവുമായി നിൽക്കുന്ന അവളെ കാളിദാസൊന്ന് ആപാദചൂടം നോക്കി. പെണ്ണ് തരക്കേടില്ലല്ലോ എന്നവൻ ഒരു നിമിഷം ചിന്തിക്കുകയും ചെയ്തു. അടുത്ത നിമിഷം തന്നെ അമ്മയ്ക്ക് സാരി വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞത് ഓർമ്മയിലെത്തിയതും അവൻ്റെ മിഴികളിൽ കനലെരിഞ്ഞു. കയ്യിലെ കവറുമായി കാളിദാസ് ബാലുവിൻ്റെ മുന്നിലേക്ക് കയറി നിന്നു. ഇന്നലത്തെ നിൻ്റെ മാസ് ഡയലോഗ് കേട്ടിട്ട് ഒന്ന് ഇത്രടം വരെ വന്ന് നിന്നെ അനുമോദിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് ഒരു സമ്മാനവുമായി വന്നതാ. അവളുടെ തൊട്ടുമുൻപിൽ വന്നു നിന്ന് അവളുടെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അവനത് പറയുമ്പോൾ അവൻ്റെ ശ്വാസം അവളുടെ നാസികത്തുമ്പിൽ തട്ടുന്നുണ്ടായിരുന്നു. വില കൂടിയ പെർഫ്യൂമിൻ്റെ മണം അവിടെയാകെ നിറയുന്നുണ്ട്. അവൻ്റെ ഭാവത്തിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ പറഞ്ഞത് മുഴുവൻ തന്നെ കളിയാക്കിക്കൊണ്ടാണെന്ന്. അതുകൊണ്ട് തന്നെ അവൾ ഒരു അടിപോലും പിന്നിലേക്ക് ചലിച്ചതുമില്ല. സമ്മാനം തരാൻ മാത്രം 1.5 പേജ് കവിഞ്ഞ പ്രസംഗമൊന്നും ഞാനവിടെ പറഞ്ഞിട്ടില്ല. അനാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഹോൺ ആവശ്യത്തിന് ഉപയോഗിച്ചുകൂടെ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ജോലയുടെ തൻ്റെ ഇടത്തോടെയുള്ള സംസാരം ബാലുവിന് നന്നായി പിടിച്ചു. അതിൻ്റെ പ്രതികരണം എന്നോണം അവൻ്റെ ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി മുട്ടിടുകയും ചെയ്തു. അല്ലെങ്കിലും ഇന്നലത്തെ സംസാരത്തിൽ നിന്നും മനസ്സിലായി നീ പ്രസംഗം പറയാൻ നല്ല മിടുക്കിയാണെന്ന്. അതുകൊണ്ട് ഈ എളിയ ഉപഹാരമങ്ങ് സ്വീകരിക്കുക. പരിഹാസം നിറഞ്ഞ സ്വരത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ 2 കൈകളും വലിച്ചെടുത്ത് ആ സാരിയുടെ കവർ വെച്ചു കൊടുത്തു. കവറിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. ഒന്ന് നിന്നേ. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ കാളിദാസിനെ അവൾ പുറകിൽ നിന്ന് വിളിച്ചു. പാരിതോഷികങ്ങളിൽ മഴങ്ങി വീഴുന്നവളല്ല ജ്വാല. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒട്ടനവധി പാരിതോഷികങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ അധ്വാനിച്ച് നേടിയവയാണ്. അധ്വാനമില്ലാതെ നേടിയ ഈ പാരിതോഷികം എന്താണെന്ന് ഞാൻ തുറന്നു നോക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് പോകാം. കാളിദാസ് തിരിഞ്ഞു നിന്ന അതേ നിൽപ്പ് അവിടെ നിന്നു. ടെക്സ്റ്റൈൽസിൻ്റെ പേരെഴുതിയ കവറിൽ നിന്നും അവളൊരു ബ്രൗൺ കടലാസ് കവർ പുറത്തേക്കെടുത്തു. അത് തുറന്നും കൊണ്ടവൾ അതിനുള്ളിൽ നിന്നും ഒരു സാരി വലിച്ച് പുറത്തേക്കെടുത്തു. യെല്ലോ കളറിൽ മെറൂൺ പ്രിൻ്റുകൾ ഉള്ള മനോഹരമായ സാരി. ഇവൻ ഇത്രമാത്രം സെലക്ഷൻ ഉണ്ടോ? ബാലു അതിശയത്തോടെ കാളിദാസിനെ നോക്കി. ആ സാരി കണ്ട മാത്രയിൽ തന്നെ അവളുടെ മനസ്സിലേക്ക് തലേ ദിവസത്തെ സീൻ ഓടിയെത്തി. ഇയാളുടെ ശിങ്കിടി തൻ്റെ കയ്യിലേക്ക് പൈസ വെച്ച് തന്നതും അതുകൊണ്ട് പോയി ഇയാളുടെ മടിയിലേക്ക് വലിച്ചെറിഞ്ഞതും ഇതുകൊണ്ട് താൻ തൻ്റെ അമ്മയ്ക്കൊരു സാരി വാങ്ങിക്കൊടുക്കുകയെന്ന് പറഞ്ഞതും അവളുടെ കൺമുന്നിലൂടെ സിനിമയിലെ സീൻ എന്ന പോലെ തെളിഞ്ഞു വന്നു. അപ്പോൾ ആ പറഞ്ഞതിനുള്ള മറുപടിയാണിത്. കവറുകൾ നിലത്തേക്കിട്ട് സാരി മാത്രം കയ്യിൽ ചുരുട്ടി പിടിച്ചും കൊണ്ടവൾ ദേഷ്യമടക്കാൻ വയ്യാത്തതുപോലെ അവനെ തുറിച്ചു നോക്കി. ഒരു അന്യനായ പുരുഷൻ ഒരു പെൺകുട്ടിക്ക് സാരി കൊടുക്കുന്നതിന് ഒരു പേരുണ്ട്, അറിയാമോ തനിക്ക്? എങ്ങനെ അറിയാനാണല്ലേ? അതറിയണമെങ്കിൽ കുടുംബത്തിൽ പിറക്കണം. ആ നിമിഷം അവൻ്റെ 2 കൈകളും ദേഷ്യം അടക്കാൻ എന്ന പോലെ അവൻ ബലമായി ചുരുട്ടിപ്പിടിച്ചു. നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കണം. ഇതിൻ്റെ പേര് തനിക്ക് അറിയില്ലെങ്കിൽ കേട്ടോ, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത് പുടവ കൊടുക്കൽ എന്നാ. ആ അർത്ഥത്തിലാണോ താനിതെനിക്ക് തന്നത്? താൻ ചെയ്ത നെറികേടിനാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കാറിനടിയിലേക്ക് എങ്ങാനും ഞാൻ വന്ന് വീണുപോയിരുന്നെങ്കിൽ ഇന്ന് ഈ വീട്ടിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഈ കോടി കൊണ്ടുവന്ന് പുതപ്പിക്കുമായിരുന്നു എൻ്റെ ശവത്തിൽ. അങ്ങനെ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമായിരുന്നു. ചെയ്യേണ്ട രീതിയിൽ മനഃപൂർവ്വം മറന്നും കൊണ്ട് പണത്തിൻ്റെ തിളപ്പ് കാട്ടിയാൽ എൻ്റെ സ്ഥാനത്ത് ആത്മാഭിമാനമുള്ള ഏത് പെണ്ണും അങ്ങനെ തന്നെ ആയിരിക്കും പ്രതികരിക്കുക. നിങ്ങൾ എനിക്ക് ഈ തന്ന ഈ ഉപഹാരം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടറിഞ്ഞോളൂ. പണ്ടൊരു ചൊല്ലുണ്ട്, അരിയും തിന്ന് അച്ചിയെയും കടിച്ചു എന്നിട്ടും നായ്ക്ക് മുറുമുറുപ്പെന്ന്. തൻ്റെ അശ്രദ്ധ മൂലം വണ്ടി തട്ടിയത് എനിക്ക്, മുറിവുണ്ടായത് എനിക്ക്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ചിടേണ്ടി വന്നത് എനിക്ക്, അതിനെ ചോദ്യം ചെയ്തപ്പോൾ ആ കുറ്റവും എനിക്ക്. ഇതെവിടുത്തെ ന്യായമാടോ? സ്കൂളിൻ്റെ പടി കയറാത്തവന്, സംസ്കാരം തൊട്ട് തീണ്ടാത്തവന്, ജോലിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ വാക്കുകളും അവനിൽ തീർക്കുന്ന കനൽ
പൂക്കളുടെ എണ്ണം എത്രയെന്ന് അവൾക്ക് അറിയില്ലെങ്കിലും തൊട്ടടുത്ത് നിൽക്കുന്നവൻ്റെ മനസ്സിൽ കൃത്യമായ കണക്കുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പരിണിതഫലം എന്തായിരിക്കുമെന്ന് അവൻ്റെ മനസ്സിൽ ഒരു ഐഡിയയുമില്ല എന്ന് വേണം പറയാൻ. കൊണ്ടുവന്ന പുടവ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. മാന്യദേഹങ്ങൾ പടിയിറങ്ങിപ്പോകാം. ഈ പുടവ തന്നതിന് ഇനി വല്ല ആദരവും വേണമെങ്കിൽ പറഞ്ഞേക്കൂ. അതുവരെ മസിലും പെരുപ്പിച്ചു നിന്നവൻ ഒരടി കൂടി അവൾക്കരികിലേക്ക് നീങ്ങി നിന്നു. നീ പറഞ്ഞ ഓരോ വാക്കുകളും ഇവിടെ ഈ നെഞ്ചിൽ കോരി ഇട്ടിട്ടുണ്ട് ഞാൻ. ഈ കാളിദാസ് പുടവ തരാൻ മാത്രം നീ ആരടി? ദേവലോകത്തു നിന്ന് വന്ന അപ്സരസോ? കാളിദാസ് അവളുടെ കയ്യിൽ നിന്നും ആ സാരി പിടിച്ചു വാങ്ങി. ഈ സാധനത്തിന് ഒരർത്ഥമേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്ക് താൻ വിലയിട്ട സാരി. എൻ്റെ അമ്മ ഉടുക്കേണ്ട സാരിയുടെ വില വെറും 2000 രൂപയല്ല. ആ വിലക്കുള്ള സാരി ചേരുന്നത് നിൻ്റെ ഈ ശരീരത്തിനാണ്. കൊണ്ടുപോയി ഉടുക്ക്. കോടി പുതപ്പിച്ച് കിടക്കാനായാലും പട്ടടയിലേക്ക് എടുക്കാനായാലും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അതീവ ദേഷ്യത്തോടെ അവൻ ആ സാരി അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. ദേഷ്യം കൊണ്ടും അപമാനം കൊണ്ടും ജ്വാല ആകെ തകർന്നു പോയിരുന്നു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി സങ്കടം തൊണ്ടയിൽ നിന്ന് അവളെ ശ്വാസം മുട്ടിച്ചു. അവളുടെ സങ്കടം കണ്ടതും ബാലുവിൻ്റെ മിഴികളും നിറഞ്ഞു. അവൻ പതിയെ അവൾക്കടുത്തേക്ക് വന്നു നിന്നു. അവൻ പറഞ്ഞതിനെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു. പതിഞ്ഞ സ്വരത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് അവനും അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവൾ ആ വാതിൽപ്പടിയിൽ ചാരി നിന്ന് ഉറക്കെ കരഞ്ഞു. ഇത്രയും അപമാനമേൽക്കാൻ മാത്രം താൻ ചെയ്ത തെറ്റ് എന്താണെന്ന് അവൾക്കിപ്പോഴും മനസ്സിലായില്ല. വേഷത്തിലും ഭാവത്തിലും വാഹനത്തിലും ആ വന്നത് ഒരു പണക്കാരനാണെന്ന് അവളുടെ ഉള്ളം മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിലും പണമുള്ളവന് വലിച്ചെറിയുന്നതിൻ്റെ വിലകളൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഇങ്ങനെയൊന്ന് കിട്ടാൻ കഷ്ടപ്പെടുന്ന എത്രയോ പാവപ്പെട്ടവരുണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത്. അവൾ കണ്ണുകൾ അമർത്തി തുടച്ചും കൊണ്ട് താഴെ വീണ് കിടക്കുന്ന സാരിയും 2 കവറുകളും കുനിഞ്ഞെടുത്തു. അപ്പോഴേക്കും വീടിന് പടിക്കൽ നിർത്തിയിരുന്ന ആഡംബരക്കാരിൽ അവരിരുവരും പറന്നകന്നിരുന്നു. അവൾ ഉമ്മറവാതിൽ അടച്ചും കൊണ്ട് മുകളിലെ തൻ്റെ മുറിയിലേക്ക് പോയി. സാരി കവറിനുള്ളിലാക്കി അലമാരയ്ക്കുള്ളിലെ മറ്റു വസ്ത്രങ്ങൾക്കിടയിൽ തിരികെ വെച്ചു. അതിനുശേഷം ബെഡിലേക്ക് ചെരിഞ്ഞു കിടന്നു. കുറച്ചു മുൻപ് അരങ്ങേറിയ സംഭവങ്ങൾ ഓർക്കവേ അവളുടെ മിഴികൾ പിന്നെയും ഒഴുകാൻ തുടങ്ങി. 12 മണി കഴിഞ്ഞതും സുനന്ദയും സത്യനാഥും തിരിച്ചെത്തി. വയ്യാത്തത് കൊണ്ടായിരിക്കും അവൾ കിടക്കുന്നതെന്ന് കരുതിയതിനാൽ അവർ പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന സങ്കടം എത്രയെന്ന് അറിയാവുന്നത് കൊണ്ട് അവളതൊന്നും അവരോട് പറഞ്ഞതുമില്ല. അന്ന് വൈകുന്നേരം ചിറ്റൂർ മംഗലത്ത് കാർ ജ്വാലയുടെ വീടിൻ്റെ ഗേറ്റ് കടന്നു വന്നത് മുറ്റത്ത് നിർത്തി. അതിൽ നിന്നും ഡോക്ടർ സേതുലക്ഷ്മിയും സാരഥയും കാളിന്തിയും ഇറങ്ങി. ഉമ്മറത്ത് സംസാരിച്ചും കൊണ്ടിരുന്ന സത്യനാഥും സുനന്ദയും വീട്ടിലേക്ക് കയറി വരുന്ന അതിഥികളെ കണ്ടു പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. സേതുലക്ഷ്മിയെ അവർക്ക് മനസ്സിലായെങ്കിലും കൂടെയുള്ള 2 പേരെ അവർക്ക് മനസ്സിലായിരുന്നില്ല. അല്ല, ഡോക്ടർ എന്താ ഇവിടെ? ഞങ്ങൾ ഇവിടേക്കായിരുന്നു തന്നെ വന്നതാണ്. കയറി വരാലോ അല്ലേ? അവർ പുഞ്ചിരിയോടെ തിരക്കി. അതിനെന്താ, കയറി വരൂ, അകത്തേക്കിരിക്കാം. സുനന്ദ അവരെ ആതിഥ്യമര്യാദയോടെ സ്വീകരിച്ചു. മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? വേദനയുണ്ട്, ഇപ്പോൾ കിടക്കുവാണ്, ഞാൻ വിളിക്കാം. അതും പറഞ്ഞുകൊണ്ട് സുനന്ദ മുകളിലേക്ക് കയറിപ്പോയി. മോളുടെ വിവരം അറിയാനായി വന്നതാണോ? അല്ല, അങ്ങനെ വരാൻ ഒരു വഴിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. സത്യനാഥ് സംശയത്തോടെ ചോദിച്ചു. ഞാൻ ഇന്നലെ ജ്വാലയെ പരിശോധിച്ച ഡോക്ടർ ആണെങ്കിലും ഇപ്പോൾ വന്നത് ഡോക്ടറായിട്ടല്ല, സേതുലക്ഷ്മി വിനയത്തോടെ പറഞ്ഞു. പിന്നെ? അതോടെ അവർ ഏട്ടത്തിയായ സാരഥയെ നോക്കി. ഞങ്ങൾ ചിറ്റൂർ മംഗലത്ത് തറവാട്ടിൽ നിന്നുമാണ് വരുന്നത്. ശാരദയുടെ ആ മറുപടിയിൽ തന്നെ സത്യനാഥ് വിനീതനായി. കാരണം ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരാണ് ചിറ്റൂർ മംഗലത്ത് തറവാട്ടുകാർ. അവർ തങ്ങളുടെ വീട്ടിലേക്ക് കയറി വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്ഭുതത്തിലാണ് സത്യനാഥ്. അയ്യോ, അവിടെ നിന്നും ഇങ്ങോട്ട് വരാൻ എന്താവോ കാര്യം? അയാളുടെ ചോദ്യത്തിന് അവരൊന്ന് പുഞ്ചിരിച്ചു. കാളിന്തി ഷോക്കേസിലെ മെഡലുകളും ട്രോഫികളും നോക്കുന്ന തിരക്കിലായിരുന്നു. ഞങ്ങൾ വന്നത് മറ്റൊന്നിനുമല്ല, ഇത് എൻ്റെ മകൾ കാളിന്തി. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വരെ കണക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിവളെ ടോപ്പ് ട്യൂഷൻ സെൻറ്ററിലേക്ക് മാത്സ് മാത്രമായി അയച്ചത്. 10ാം ക്ലാസ്സിൽ 9 A+ഉം 1 Cയുമാണ് ഞങ്ങൾ ഇവൾക്ക് പ്രതീക്ഷിച്ചത്. എന്നാൽ ആ പ്രതീക്ഷകൾ എല്ലാം തെറ്റിച്ചുകൊണ്ട് മാത്സിലും A+ വാങ്ങിക്കാൻ ഞങ്ങളുടെ കുട്ടിക്ക് കഴിഞ്ഞു. ഇവൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇവിടുത്തെ കുട്ടി പഠിപ്പിച്ചത് കൊണ്ടാണ് ഇത്രയും മാർക്ക് വാങ്ങാൻ കഴിഞ്ഞത് എന്നാണ് കാളിന്തി പറയുന്നത്. അത് ശരിയാണെന്ന് ഞങ്ങൾക്കറിയാം. ആ സമയത്താണ് മുകളിൽ നിന്നും അമ്മയോടൊപ്പം ജ്വാല താഴേക്കിറങ്ങി വന്നത്. ഹായ് മിസ്സേ,
കാളിന്തി ഓടിപ്പോയി ജോലയുടെ കൈകളിൽ തൂങ്ങി. ജോല പുഞ്ചിരിച്ചും കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. സ്റ്റെപ്പിറങ്ങി വരുന്ന ജോലയിലായിരുന്നു ശാരദയുടെ മീകളപ്പോൾ. നല്ല ഐശ്വര്യമുള്ള മോള്. ആ മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ടുപരിചയമുള്ള ഏതോ ഒരു മുഖം അവരുടെ ഓർമ്മകളിലേക്കെത്തി. അത് ഏത് മുഖമാണെന്ന് അവർക്ക് എത്ര ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും നീണ്ടു ചുരുണ്ട ആ മുടിയിലേക്ക് നോക്കവേ വീണ്ടും അവർ ഏതോ ഓർമ്മയിലേക്ക് ലയിച്ചു. ജോലിയുടെ അച്ഛനോട് ഞങ്ങളൊരു റിക്വസ്റ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഏട്ടത്തി ഒന്നും പറയുന്നില്ലെന്ന് കണ്ടതും സേതുലക്ഷ്മി സത്യനാഥിൻ്റെ നേർക്ക് നോക്കി പറഞ്ഞു. കാലത്തോ വൈകിട്ടോ എപ്പോഴെങ്കിലും ദിവസത്തിൽ 1 മണിക്കൂർ മതി ഞങ്ങളുടെ കുട്ടിയെ വീട്ടിൽ വന്നൊന്ന് ട്യൂഷൻ എടുക്കാൻ ജോലയെ പറഞ്ഞേക്കാൻ ജോലിയുടെ അച്ഛന് മനസ്സുണ്ടാവണം. മുൻപ് അവിടെ നടന്ന സംഭാഷണങ്ങളിലൊന്നും അറിയാത്തതിനാൽ സുനന്ദയ്ക്ക് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലായില്ല. എന്നാൽ അച്ഛൻ്റെ മറുപടി എന്താണെന്ന് അറിയാനായി ജ്വാല സത്യനാഥിൻ്റെ നേർക്ക് നോക്കി. തുടർച്ചയുണ്ട് കഥയുടെ അടുത്ത ഭാഗം.